ബജറ്റിൽ അനുവദിച്ചത് 3042 കോടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ 35 സ്റ്റേഷനുകൾ നവീകരിക്കും. റെയിൽവേ സുരക്ഷയ്ക്ക് കൂടുതൽ തുക വകയിരുത്തും. നമോ ഭാരത് ട്രെയിനുകൾ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു. 50 നമോ ഭാരത് ട്രെയിനുകൾ, 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, 100 അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ കൂടി വരുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3,042 crore rupees allocation for Kerala. If you compare it with the UPA period, this is 8 times. In the UPA period, the allocation for Kerala used to be only 372 crore rupees per annum. 372 versus now 3,042. That much change has happened in the, because our Prime Minister Shri Narendra Modi ji's huge focus on developing the railway network throughout the entire country. The total investment being done in Kerala is 15,742 crores. 15,742 crore rupees is the total investment. 35 stations are being completely redeveloped under the Amrit Station program. 2 Vande Bharat trains are running north to south. It's complete, covering practically the entire state. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, നമുക്കറിയാം ഈ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിന് ശേഷം കേരളത്തിലടക്കം ചില മന്ത്രിമാരുടെ പരാമർശമുണ്ടായിരുന്നു. കേരളത്തിന് വേണ്ടതൊന്നും ബജറ്റിൽ ഇല്ലായിരുന്നു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം പറഞ്ഞതാണ്. പക്ഷേ ആ വാദങ്ങളെയെല്ലാം പൊളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റേത്. 3042 കോടി രൂപയാണ് കേരളത്തിൻ്റെ ഈ റെയിൽവേ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ പുതുതായി ഉണ്ടാകാൻ പോകുന്ന സർവീസുകൾ, സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്കായി ഒരു പ്രത്യേക വാർത്താ സമ്മേളനം തന്നെ ഇന്നിപ്പോൾ റെയിൽവേ ഭവനിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിളിച്ചു. ഇതിൽ കേരളത്തിന് ഈ കഴിഞ്ഞ ബജറ്റിൽ എന്തൊക്കെയാണ് റെയിൽ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയിരിക്കുന്നത് എന്നതാണ് കേന്ദ്രമന്ത്രി വിശദീകരിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം 3142 കോടി രൂപയാണ് റെയിൽവേ വികസനത്തിനായി, കേരളത്തിന്റെ റെയിൽ വികസനത്തിനായി ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ എടുത്തു കാണേണ്ടത് UPA സർക്കാരുമായി, അതായത് നരേന്ദ്രമോദി സർക്കാരിന് മുൻപ് 2014 മുൻപ് അധികാരത്തിലിരുന്ന രണ്ടാം UPA സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ 8 ഇരട്ടിയാണ് കേരളത്തിനുള്ള റെയിൽ വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഒപ്പം 35 സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 2550 കോടി രൂപ ചെലവിൽ തിരുവനന്തപുരത്തെ സ്റ്റേഷൻ ഉൾപ്പെടെ 8 സ്റ്റേഷനുകളുടെ നവീകരണം കേരളത്തിൽ തുടരുകയാണ്. അതിനിടയിലാണ് വീണ്ടും 35 സ്റ്റേഷനുകളെ കൂടി അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ റെയിൽ വികസനത്തിന് വലിയ തോതിലുള്ള പിന്തുണ നൽകുന്നതാണ് നിർമ്മല സീതാരാമൻ ശനിയാഴ്ച അവതരിപ്പിച്ച ബജറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ എടുത്തു കാണേണ്ടത് കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന UPA സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് അനുവദിച്ച വിഹിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ 8 ഇരട്ടി തുക കേരളത്തിന്റെ റെയിൽ വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നൽകുന്നുവെന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, അശ്വിനി വൈഷ്ണവ് 2014 തൊട്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ചുള്ള വിശദീകരണം കൂടി നൽകുന്നുണ്ട്. 125 കിലോമീറ്റർ പുതിയ റെയിൽപാത സംസ്ഥാനത്ത് നിർമ്മിച്ചു, പൂർത്തീകരിച്ചു. 419 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം അതിവേഗത്തിൽ ഇപ്പോൾ തുടരുകയാണ്. 493 കിലോമീറ്റർ പൂർണ്ണമായി വൈദ്യുതീകരിച്ചതായും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 2014 ശേഷം 114 ഫ്ലൈ ഓവറുകളും അതോടൊപ്പം തന്നെ അണ്ടർ ബ്രിഡ്ജുകളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ടെന്നും ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ മന്ത്രി ചൂണ്ടിക്കാണിച്ചു. ദേവിക. ശരി.